വണ്ടാനം മെഡിക്കൽ കോളേജിലേതടക്കം ചികിത്സാ പിഴവുകളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അതിരുവിട്ട പ്രതിഷേധം. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഇരച്ചുകയറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാതിലിൽ റീത്ത് വെച്ചു. പോലീസുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതോടെ മന്ത്രിയുടെ വസതി അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഉടൻ കേരളത്തിലെ ജനങ്ങൾ റീത്ത് വെക്കുമെന്ന് വീണ ജോർജ് പറഞ്ഞു. അതേസമയം മന്ത്രിമാരുടെ വീട്ടിലേക്ക് ഇരച്ചുകയറിയുള്ള പ്രതിഷേധത്തോട് യോജിപ്പില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. രാവിലെ 8 മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധവുമായി ഇരച്ചെത്തിയത്. പോലീസിനെ മറികടന്ന വീട്ടുവളപ്പിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രവർത്തകർ വാതിലിൽ റീത്ത് വച്ചു. ഈ സമയം 3 അംഗരക്ഷകർ മാത്രമായിരുന്നു സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. പ്രതിഷേധത്തിന് 10 മിനിറ്റ് മുൻപ് മാത്രമാണ് മന്ത്രി വീട് വിട്ടിറങ്ങിയത്. പ്രതിഷേധം നടന്ന് 15 മിനിറ്റിന് ശേഷമാണ് കൂടുതൽ പോലീസുകാർ എത്തിയത്. അതിക്രമിച്ചു കയറിയവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിൽ പ്രതിഷേധക്കാർ പോലീസിനെ കയ്യേറ്റം ചെയ്തതോടെ സംഘർഷം രൂക്ഷമായി. പോലീസ് വാഹനത്തിന്റെ വാതിൽ തകർന്നു. കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് കൊണ്ടുപോകുന്നത് പ്രതിഷേധക്കാർ തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയായി. പത്തനംതിട്ടയിലെ മന്ത്രിയുടെ അവലോകന യോഗം കോൺഗ്രസ് ജനപ്രതിനിധികൾ ബഹിഷ്കരിച്ചു. മന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കാതെ UDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. ഇതോടെ പ്രതിരോധവുമായി എത്തിയ LDF പ്രവർത്തകർ മന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് മുദ്രാവാക്യം മുഴക്കി. കൊല്ലത്തും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടായി. വേണു എന്ന യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് DMO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പരാജയഭീതിയിലാണ് കോൺഗ്രസിന്റെ ഹീനമായ ആക്രമണമെന്ന് മന്ത്രി വീണ ജോർജ്. പൊതുജനാരോഗ്യ രംഗം തകർന്നു എന്ന് വരുത്തി തീർത്ത് ആരോഗ്യമേഖലയിലെ കുത്തകകളെ സഹായിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും മന്ത്രി ആരോപിച്ചു. വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്തുവെക്കും. യൂത്ത് കോൺഗ്രസിന്റെ ആക്രമണം വി.ഡി. സതീശന്റെ നിർദ്ദേശപ്രകാരമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. ജനാധിപത്യ വിരുദ്ധമായ സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഒറ്റപ്പെടുത്തി വിരട്ടാൻ നോക്കേണ്ട. യൂത്ത് കോൺഗ്രസുകാർ അങ്ങനെയൊന്നും ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഒറ്റപ്പെടുത്തി വിരട്ടാനെന്ന് നോക്കേണ്ട കാര്യമില്ല. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ രീതിയെ പ്രതിപക്ഷ നേതാവ് തള്ളി പറഞ്ഞു. മന്ത്രിമാരുടെ വീടുകളിലേക്ക് അതിക്രമിച്ചു കയറിയുള്ള സമരത്തോട് യോജിപ്പില്ലെന്ന് വി.ഡി. സതീശൻ. അല്ല, അങ്ങനെയൊന്നും ഞാൻ മന്ത്രിമാരുടെ വസതിക്കകത്തേക്ക് കയറുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പുള്ള ആളല്ല. ആ മന്ത്രിമാരുടെ വീടിനകത്ത് കയറുന്നതിനോട് യോജിപ്പുള്ള ആളല്ല. വി.ഡി. സതീശന്റെ പ്രതികരണത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിന്റെ പ്രതികരണം. റീത്ത് വച്ചത് ആരോഗ്യവകുപ്പിന്റെ നിർജീവതയ്ക്കെതിരെയാണ്. മാർച്ച് തടയാൻ പോലീസ് ഇല്ലാതെ പോയത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച. അപ്പോൾ റീത്ത് സമർപ്പിച്ച ആരോഗ്യവകുപ്പിന്റെ അവരുടെ സ്വകാര്യ വസതിയിലല്ല, ആ വകുപ്പ് തന്നെ, ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇന്ന് നിശ്ചലമാണ്, മരണപ്പെട്ടതിന് തുല്യമാണ്. പ്രതിഷേധം പ്രതീകാത്മകമായി നടത്തിയത് കൊണ്ടാണ് ഔദ്യോഗിക വസതിയിലേക്ക് ആ പ്രതികരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നത്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയവർക്ക് നേരെ പൊതുമുതൽ നശിപ്പിച്ചതടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കും. പ്രതിഷേധത്തെക്കുറിച്ച് പോലീസ് അറിഞ്ഞത് രാവിലെ മാത്രമാണ്. പ്രതിഷേധ സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും മന്ത്രിയുടെ വസതിക്ക് പ്രത്യേക പോലീസ് കാവൽ ഏർപ്പെടുത്താതിരുന്നതും വീഴ്ചയായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.